തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേരമ്പറമ്പിൽ നമ്മളോടൊപ്പം. അമൽ, 2,92,000 വോട്ടേഴ്സാണ് അവിടേക്ക് എത്തിയത്. 6,000-ത്തിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വലിയ ചർച്ചകൾ, 29 ലക്ഷം വോട്ടേഴ്സ്. അപ്പോൾ അതിന്റെ ഫലം എന്താണ് എന്നൊരു ആകാംക്ഷയുണ്ട്. വി ശിവൻകുട്ടിയുടെയും അതിനോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെയും ആത്മവിശ്വാസ പ്രകടനമാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. LDF വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസമാണ് വി ശിവൻകുട്ടി പ്രകടിപ്പിച്ചതെങ്കിൽ സംസ്ഥാന വ്യാപകമായ ആഘോഷത്തിന് ഒരുങ്ങിക്കോളൂ എന്നുള്ളതാണ് BJPയുടെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്തിന്റെ മേയർ ശബരിനാഥ് ആയിരിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഇത്തവണ സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസ പ്രകടനം. എന്ത് സംഭവിക്കും പെട്ടി പൊട്ടിക്കുമ്പോൾ? മധു, ആത്മവിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്ത് എന്നറിയാൻ ഇനി വളരെ വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, 4 നഗരസഭകൾ തീപാറുന്ന പോരാട്ടമാണ് എല്ലായിടങ്ങളിലും നടന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും സമാനമായി തന്നെയുള്ള വീറും വാശിയുമുള്ള പോരാട്ടം നടന്നു. പലയിടങ്ങളിലും BJPക്ക് ശക്തിയുള്ളതിനാൽ തന്നെ ത്രികോണ പോരാട്ടം പലയിടങ്ങളിലും നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കുമെന്നുള്ളത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെന്നിക്കൊടി പാറിക്കും, ആദ്യമായി ഭരണം പിടിക്കുമെന്ന് BJP അവകാശപ്പെടുമ്പോൾ ഒരു കാരണവശാലും അതുണ്ടാകില്ല എന്നുള്ളതാണ് LDFന്റെ കണക്കുകൂട്ടൽ. ഏറ്റവും കുറഞ്ഞത് 44 സീറ്റെങ്കിലും കോർപ്പറേഷനിൽ ഉണ്ടാകും. ആകെയുള്ള 101 എന്നുള്ളതാണ് LDFന്റെ ഒരു ആത്മവിശ്വാസ പ്രകടനം. BJP ആണെങ്കിൽ 50-ന് മുകളിലേക്കുള്ളൊരു കണക്ക് ഇപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നു. ആഘോഷ പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പുകൾ വരെ നടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം DJ പാർട്ടി സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ വരെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ലഡുവിന്റെ ഓർഡർ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 15,000-ഓളം ലഡുവിനുള്ള ഓർഡറാണ് BJP ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ കഴിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അത്രയ്ക്ക് വീറും വാശിയുമുള്ള പോരാട്ടമായിരുന്നു. UDFന്റെ അവകാശവാദമാണെങ്കിൽ ശബരിനാഥൻ കൊടിവെച്ച കാറിൽ തിരുവനന്തപുരത്ത് കൂടി പോകും എന്നുള്ളതാണ്. പക്ഷേ അതിലേക്കൊന്നും എത്താനുള്ള സാധ്യത എന്തായാലും നിലവിൽ തിരുവനന്തപുരത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയില്ല. UDFന് പരമാവധി ഒരു 25-ന് അടുത്തേക്ക് സീറ്റ് എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും ഒടുവിലെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്തായാലും ശക്തമായ മത്സരം നടന്നു. ജില്ലാ പഞ്ചായത്തിലെ കണക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ UDF നാമാവശേഷമായിരുന്നു. UDFും LDFും തമ്മിൽ നേർക്കുനേരുള്ള പോരാട്ടമാണ് നടന്നത് എങ്കിൽ 26-ൽ കേവലം 5 മാത്രമാണ് നിലവിലുള്ള UDFന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ബാലൻസ് ചെയ്ത് പറയാൻ അമൽ ശ്രമിച്ചു എന്നാണ് തോന്നുന്നത്. തിരുവനന്തപുരത്ത് ശബരിനാഥൻ, KS ശബരിനാഥൻ മേയറുടെ കൊടിവെച്ച കാറിൽ പോകുമോ എന്നൊക്കെ അമൽ പറയുന്നുണ്ട്. പക്ഷേ അത് ശബരിമൂലം വിശ്വസിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സാധ്യതയില്ല. പക്ഷെ 15,000 ലഡുവിന്റെ വിധി വരാൻ പോവാണ്. 15,000 ലഡു വിതരണം ചെയ്യാനുള്ള യോഗം ഉണ്ടാവുമോ, അതോ മാണി സി കാപ്പ വാങ്ങിച്ചതുപോലെ ആരെങ്കിലും പകുതി വിലയ്ക്ക് വാങ്ങിക്കുമോ? ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അവർക്ക് എത്രത്തോളം വലിയൊരു അഭിമാന വിജയമായിരിക്കും അത്. പക്ഷേ കാലമായി BJP സ്വപ്നം കാണുന്നതാണെന്ന് അറിയാം. BJPയുടെ ഏറ്റവും വലിയ സ്വപ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ പൂച്ചെണ്ട് കൊടുക്കാൻ BJP-കാരനായ ഒരു മേയർ എത്ര കാലമായി പറയുന്നു. അത് ഇത്തവണ സാധിക്കുമോ? അത് പക്ഷേ എവിടെ നിന്നാണ് എണ്ണി എടുക്കുന്നത് എന്നുള്ളതാണ്. LDFന് അത്രമേൽ അപ്രമാദിത്വമുള്ള കണക്കുകളിൽ നിന്ന് വോട്ട് എങ്ങനെ എണ്ണി എടുക്കുന്നു, എന്ത് വികാരം പ്രതിഫലിച്ചിട്ടുണ്ട് അടിത്തട്ടിൽ എന്നുള്ളതാണ് ഈ ആത്മവിശ്വാസ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ആകാംക്ഷയോട് ഉറ്റുനോക്കേണ്ടതാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് അട്ടിമറി ഉണ്ടാകില്ല എന്ന് LDFന് പറയാം, തിരഞ്ഞെടുപ്പിന് അട്ടിമറി ഉണ്ടാകും എന്ന് BJPക്ക് അവകാശപ്പെടാം. നമുക്ക് കണക്കുകൾ വെച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ആ കണക്ക് നിലവിൽ LDFന്റെ പോക്കറ്റിലിരിക്കുന്ന കണക്കാണ്. അതിൽ എന്ത് അട്ടിമറി കണ്ടിട്ടാണ് ഈ ആത്മവിശ്വാസ പ്രകടനം എന്നറിയില്ല. പക്ഷെ നമുക്ക് വളരെ കൗതുകത്തോടെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇനി അഥവാ BJP അങ്ങനെ കോർപ്പറേഷൻ പിടിച്ചാൽ LDF എങ്ങനെ അതിന് മറുപടി പറയും എന്നതുപോലും അറിയില്ല. അതിനുള്ള സാധ്യത കുറവാണ് എങ്കിലും